ഇതൊരു ചെറിയൊരു ചുരുക്കം മാത്രം. ധാരാളം കൃതികൾ നമുക്ക് കേട്ടശലും നാട്ടരാഗത്തിലാണ്. അതിനെക്കുറിച്ച് ചില കൃതികളൊന്ന് സൂചിപ്പിക്കും. ഗംഭീരനാട്ട എന്ന രാഗം ഇപ്പോൾ പരാമർശിച്ചതുപോലെ കഥകളിയിലെ തോടയം. തോടയം എന്ന് പറഞ്ഞാൽ ഈശ്വര സ്തുതികളാണ്. തോഷിപ്പിക്കുക എന്നാണ് തോടയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തോടയം കഥകളിയിൽ മാത്രമല്ല നൃത്തരൂപങ്ങളിലും ഈ പറഞ്ഞ തോടയമുണ്ട്. ഗംഭീരനാട്ട തന്നെയാണ് തോടയത്തിൽ ഉപയോഗിക്കാറ്. തോടയം അവതരിപ്പിക്കുന്നത് ഗംഭീരനാട്ട രാഗത്തിലാണ്. പൊതുവെ കർണാടക സംഗീതത്തിൽ നമ്മൾ ഗംഭീരനാട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മല്ലാരിയാണ്. ഈ ടെമ്പിൾ റിച്വൽസായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മല്ലാരി എന്ന ഒരു വാക്ക് നമുക്ക് പരിചയം. പൊതുവെ നാദസ്വരത്തിലൊക്കെ വായിച്ച്, അതായത് ക്ഷേത്രങ്ങളിൽ ശ്രീഭൂതബലി ഒക്കെ നടക്കുന്ന സമയത്ത് നാദസ്വരം വായിച്ച് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് പാടുന്ന ഒരു ഇനമാണ് മല്ലാരി. ഗംഭീരനാട്ട രാഗമാണ് പൊതുവെ ഇതിന് ഉപയോഗിച്ച് വരുന്നത്. ഒരു ചെറിയ ഒരു ഭാഗം പാടാം. സപ മപ സപ മപ സഗമപ സാനി പമനി പമഗ പമഗ സനി സപ മപ സപ മപ സഗമപ സാനി പമനി പമഗ പമഗ സനി സഗ സഗമ പാഗ പാഗ നി പ നി പ മപ നി നി ക സ
കർണാടക സംഗീതത്തിൽ നമ്മൾ കച്ചേരികൾ ആരംഭിക്കുന്നതോ ഒക്കെ പൊതുവെ നാട്ടരാഗത്തിൽ, ഹംസധ്വനി രാഗത്തിലൊക്കെയാണ്. കൂടുതലും ഗണപതി കീർത്തനങ്ങളൊക്കെ ഉള്ളതും ഈ ഗണപതിയിൽ തുടങ്ങുക എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നാട്ട, ഹംസധ്വനി പോലുള്ള തീവ്രസ്വരങ്ങൾ വരുന്ന രാഗങ്ങളാണ് ആരംഭം ആയിട്ട് നമ്മൾ പാടാറുള്ളത്. കാരണം നമുക്ക് കൂടുതൽ ആകർഷണീയത തോന്നുന്ന കുറച്ച് രാഗങ്ങളാണ്, പെട്ടെന്ന് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് രാഗങ്ങളാണ് തീവ്രസ്വരങ്ങൾ. അതായത് വലിയ 2 ഋഷഭങ്ങളിൽ വലിയ ഋഷഭം അല്ലെങ്കിൽ ഷഡ്ശ്രുതി ഋഷഭം പ്രയോഗങ്ങൾ, വലിയ ഗാന്ധാര പ്രയോഗങ്ങൾ, നിഷാദങ്ങൾ വലിയത് വരുമ്പോൾ ഒക്കെ നമ്മൾ കുറച്ചും കൂടി അട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ എളുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ തീവ്രസ്വരങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ വർണ്ണങ്ങളായാലും അതുപോലെ ഈ ഗംഭീരനാട്ട ഒരുപക്ഷെ മംഗളകരമായിട്ടുള്ളൊരു രാഗമായിട്ട് കൊണ്ടുമാവാം. ഇതിലെ പ്രയോഗങ്ങളുടെ അല്ലെങ്കിൽ സ്വരങ്ങളുടെ തീവ്ര സ്വരങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഈ തോടയം മംഗളത്തിന് കൂടുതലായിട്ടും രാഗം ഉപയോഗിക്കുന്നത്. അതുപോലെ നാട്യം ni sa ri sa ga ma pa ma pa ma pa ni ma pa ma ga ma ri sa ri sa ga ma pa ma pa ma pa ni ma pa ma ga ma ri sa ri sa ma pa ma pa ni ma pa ma ga ma ri sa ri sa ma pa ma pa ni ma ga ma ri ni ga ga ma pa പൊതുവെ കൃതികളിൽ ഒരു രാഗത്തിൻ്റെ ഭാവം കാണിക്കുന്നത് ഉപയോഗിക്കുന്ന കുറേ ഭാഗങ്ങൾ എന്ന് പറയുന്നത് യമകങ്ങൾ, പ്രാസങ്ങൾ, സാഹിത്യവുമായി ബന്ധപ്പെട്ട സ്വരാക്ഷര പ്രയോഗങ്ങൾ, യതികൾ, അതായത് ഇപ്പം വലതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന പാറ്റേൺസ്, തോവഹ, ഗോപിച്ച യതി പോലത്തെ അങ്ങനത്തെ യതികൾ, അതുപോലെ ചിട്ടസ്വരങ്ങൾ, മധ്യമകാല സാഹിത്യം, അങ്ങനെയുള്ള കുറേ ഇനങ്ങളാണ് ഒരു കൃതികളിൽ നമ്മൾ ആ രാഗത്തിൻ്റെ ഭാവം വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഭാഗങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ രാഗത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭാവത്തെ കാണിക്കുക എന്നുള്ളതാണ് കർണാടക സംഗീതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ധർമ്മം. അതാണെങ്കിൽ മറ്റ് പ്രയുക്ത സംഗീതങ്ങളിൽ നേരെ തിരിച്ചാണ്. സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള രാഗത്തിൻ്റെ ഭാവം കൊടുക്കുക എന്നുള്ളതാണ് വ്യത്യാസം. അപ്പം അത്തരത്തിൽ ചില രാഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന രാഗങ്ങളുടെ ചില വ്യത്യാസങ്ങളും മൂഡിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളും ഒക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. രാഗം എന്നുള്ള കൺസെപ്റ്റ് പൊതുവേ നമ്മൾ പറയുന്നത് രാഗങ്ങളാണ് നമ്മൾക്ക് ഇമോഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചേഞ്ച് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മുടെ പൊതുവേ ഉള്ളൊരു വിശ്വാസം. പക്ഷേ രാഗം ഒരു ടൂള് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഗങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ ഇമോഷൻസ് കൺവേ ചെയ്യുന്നത് ഒരുപക്ഷെ താളങ്ങളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും രാഗം പാടുന്ന ടെമ്പോയിലുള്ള വ്യത്യാസങ്ങളിലൂടെയൊക്കെയാണ് ഈ ഭാവത്തിന് മാറ്റം സംഭവിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ചില എക്സാമ്പിൾസ് പാടാം. നേരത്തെ മീര സൂചിപ്പിച്ച പോലെ അധികം തീവ്ര സ്വരങ്ങൾ വരുന്ന രാഗങ്ങൾ, ശങ്കരാഭരണം, കല്യാണി പോലെ കുറേ രാഗങ്ങളാണ് കഥകളിയിൽ പ്രധാനമായിട്ടും ഭാവങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്.
തോടി രാഗമാണെങ്കിൽ പോലും അതിൻ്റെ ശുദ്ധ ഋഷഭം കുറച്ച് ഫ്രീക്വൻസി കൂട്ടി ഒരു ചതുശ്രുതി ഋഷഭത്തിനോട് അടുക്കുന്ന ചില പിടുത്തങ്ങൾ കഥകളിയിൽ കേൾക്കാം. തീവ്രസ്വരങ്ങളാണ് കൂടുതൽ ഭാവത്തെ ദ്യോതിപ്പിക്കാൻ പലപ്പോഴും വേണ്ടി വരിക. ആ കൊടുക്കുന്ന സ്ട്രെസ്, ഒരു ഊന്നൽ കൊടുക്കുമ്പോഴൊക്കെ പലപ്പോഴും രാഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് അല്പം മാറി തന്നെ പ്രയോഗിക്കുന്നത് കഥകളി സംഗീതത്തിൽ കാണും. പെട്ടെന്ന് ഭാവം പിടിച്ചെടുക്കുന്ന ചില രാഗങ്ങളായിരിക്കണം. കഥകളിയിൽ ഇപ്പോൾ ഈ തോടയം കഴിഞ്ഞാൽ അടുത്തത് വന്ദന ശ്ലോകം ആലപിക്കുന്നതാണ് കേദാര ഗൗള രാഗത്തിൽ.